42 വയസ്സുള്ള കണ്ണന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഈ അപകടമുണ്ടാകുന്നത്. ഈ അപകടമുണ്ടായ ആ സമയത്ത് തന്നെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വളരെ കൃത്യമായ രീതിയിലുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വെള്ളം മറിയുന്നത് ഈ പണവള്ളിയിൽ നിന്ന് അതുപോലെ ഈ ഭരണ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഈ വള്ളം ഒരു 200 മീറ്റർ മാറുന്ന സഞ്ചരിക്കുന്നതിനിടയിൽ തന്നെ ഈ വള്ളം മറിയുകയായിരുന്നു. അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വള്ളം മറിയുന്നത്. എന്തായാലും ഈ ആകെ 23 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 19 പേർ നമ്മൾ നിൽക്കുന്ന കരയിലേക്കും 3 പേർ നമ്മുടെ ഓപ്പോസിറ്റുള്ള കരയിലേക്കും ജീവനം കൊണ്ട് നീന്തിക്കയറി. പക്ഷേ 42 വയസ്സുള്ള കണ്ണൻ ആണ് ഇപ്പോൾ ഈ കണ്ണന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ഏതെങ്കിലും കരയിലേക്ക് കണ്ണൻ നീന്തിക്കയറിയോ തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുക. എന്തായാലും നമുക്കിപ്പം തഹസിൽദാർ കൂടി ഇപ്പോൾ ചേരുകയാണ്. ഈ അവസ്ഥ ഏറ്റവും പുതിയ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തെരച്ചിൽ തുടരുകയാണ്. ഒരാൾ മിസ്സിംഗ് ഉണ്ട്. കണ്ണൻ എന്ന് പറയുന്ന ആൾ മിസ്സിംഗ് ഉണ്ട്. കണ്ണന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. റെസ്ക്യൂ ബോട്ട് നിലവിലുണ്ട്. മറ്റൊരു റെസ്ക്യൂ ബോട്ട് വൈക്കത്തുനിന്ന് MLA അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ വരും. ആ റെസ്ക്യൂ ബോട്ടിൽ പാണവള്ളിയിലെ സ്വദേശികളാണ് ഇവർ. അപ്പോൾ അവരെ നമുക്ക് റെസ്ക്യൂ ബോട്ടിൽ അവരുടെ വീടുകളിലേക്ക് എത്തിക്കും ഉടനെ തന്നെ. ഇവർക്ക് എന്തെങ്കിലും ആരോഗ്യം പ്രശ്നം അങ്ങനെ എന്തെങ്കിലും? മെഡിക്കൽ സംഘം ഇവിടെ വന്ന് പരിശോധന നടത്തി. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. 2 പേര് ചെറിയ ചില ശ്വാസബുദ്ധിയുള്ള ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അവരെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ബോട്ട് ഉടനെ 5 മിനിറ്റിനകത്ത് എത്തും. പ്രതീക്ഷ എന്തായാലും റെസ്ക്യൂ ബോട്ട് എത്തിയാൽ ആ ബോട്ടിൽ ഈ രക്ഷപ്പെട്ട് ഇവിടേക്ക് എത്തിയിരിക്കുന്ന ആകെയുള്ള 22 പേർ, ആ 22 പേരെയും റെസ്ക്യൂ ബോട്ടിൽ ഇവരുടെ സ്വദേശമായ പാണാവള്ളിയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് തഹസിൽദാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൽ ചിലർ, അതായത് 1-2 ആളുകൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു അപകടം അത് നേരിട്ട് കണ്ടതിൻ്റെ ഒക്കെ ഒരു ട്രോമ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്കുണ്ട്. അത് ഒന്ന് മറികടക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ നൽകും. ബാക്കിയുള്ളവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നല്ലേ. പ്രത്യേകിച്ച് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നാട്ടുകാരാണ്. അവർക്ക് ഈ വെള്ളമൊന്നും തന്നെ നിലവിൽ പ്രശ്നമുള്ള ആളുകളൊക്കെ അല്ല. പക്ഷേ ഈ ഇന്ന് ഉച്ചയോടുകൂടി വലിയ രീതിയിലുള്ള തിരയുണ്ടായിരുന്നു, വലിയ രീതിയിൽ കാറ്റുണ്ടായിരുന്നു. അതുതന്നെയാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന സമയത്ത് പോലും വലിയ തിരയിളക്കമുണ്ട്, വലിയ കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ അത് തന്നെയാണ് ഇത്തരത്തിൽ ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ. ഏതൊക്കെ പ്രദേശത്ത് തുരുത്തൊക്കെയുള്ള ഇടമാണ്, എവിടെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ടീമായിട്ട് ഈ രക്ഷാ പ്രവർത്തനം നടത്തുന്നത്? ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ ഇരുള് വീണ് തുടങ്ങും. ഇരുട്ടാകുമ്പോഴൊക്കെ ഈ രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ്. അപ്പോൾ രാത്രിയിലും അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തിരച്ചിലിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? ഈ രാത്രിയുള്ള തെരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തന്നെ നിലവിൽ ഒന്നും ആയിട്ടില്ല. എന്തായാലും നേരത്തെ 5 ടീമായിട്ടാണ് നിലവിൽ ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. 1 പോലീസിൻ്റെ ഒരു ടീമുണ്ട്, 2 ഈ നാട്ടുകാരൊക്കെ തന്നെ ചേർന്നുള്ള ടീമാണ്. മറ്റൊന്ന് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള നന്മക്കൂട്ടം എന്ന് പറയുന്ന ഒരു രക്ഷാ ദൗത്യസേനയുണ്ട്. അവർ ഒരു ക്രമീകരണം നടത്തുന്നുണ്ട്, തെരച്ചിൽ നടത്തുന്നുണ്ട്. ഒപ്പം സ്ക്യൂബ ഡൈവേഴ്സ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ 5 ടീമായിട്ടാണ് ഇപ്പോൾ ഈ തെരച്ചിൽ ഇവിടെ നടക്കുന്നത്. സ്ക്യൂബ ഡൈവേഴ്സ് ഒരു ബോട്ട് മാത്രമാണ്, അതായത് ബോട്ടാണ്, സുരക്ഷാ ബോട്ടാണ് നിലവിലുള്ളത്. ആ ബോട്ടിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തെരച്ചിൽ ഇപ്പോൾ തന്നെ നടക്കുന്നത്. മറ്റൊരു ബോട്ട് എത്തിച്ചാൽ മാത്രമേ ഇവിടെയുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് ഈ പാണാവള്ളിയിലേക്ക് പോകുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. എന്നാൽ സ്വാഭാവികമായും ഈ അപകടത്തിൽപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഈ തെരച്ചിലിൽ കാണാതായിരിക്കുന്ന ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ആളുകളെ പാണാവള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട കാണുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉടൻ തന്നെ ഇവിടെ നിന്നുള്ള ആളുകളെ പാണാവള്ളിയിലേക്ക് കൊണ്ടുപോകും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരച്ചിൽ കൃത്യമായി തന്നെ ഊർജിതമായി തന്നെ ഇപ്പോൾ ഇവിടേക്ക് നടക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കണ്ണനെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രത്യാശയാണ് നാട്ടുകാർ അതൊക്കെ തന്നെ പങ്കുവയ്ക്കുന്നത്. പ്രതീക്ഷ ഷിനോജി, രക്ഷപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ അവസ്ഥ എന്താണ്? അവരൊക്കെ തന്നെ ആ നടുക്കം വിട്ടുമാറാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മളുടെ പ്രതികരണങ്ങളൊക്കെ ആദ്യം തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ എല്ലാവരും ഇരു കരകളിലാണ് പലരും പെട്ടുപോയിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ മറ്റ് മാനസികാവസ്ഥയൊക്കെ എങ്ങനെയാണ്? പ്രതീക്ഷ, സ്വാഭാവികമായി ഇത്തരത്തിലൊരു വലിയ അപകടമാണ്. അവർ ഇത്രയും കാലം ജനിച്ച് അവരുടെ ജീവിതമൊക്കെ നടന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അതായത് വേമ്പനാട്ട് കായലും മൂവാറ്റുപുഴയാറും ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്, ഈ ഭൂപ്രകൃതിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ അപകടം നടന്നത്. അവർ പലതവണ ഈ വഴികളിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. അവർക്ക് അത്തരത്തിലൊരു അപകടം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു അപകടം നടക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് മാനസികമായൊക്കെ തന്നെ ഒരു ചെറിയ ട്രോമ, പ്രത്യേകിച്ച് ഇത്തരത്തിൽ അപകടം നടക്കുന്നു അതിന്റെ ആഘാതം അതൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ നിലവിലെത്തിയിരിക്കുന്ന ഈ സുരക്ഷിതമായി എത്തിയിരിക്കുന്ന 22 പേർ, ആ 22 പേരിൽ 3 പേർക്ക് മാത്രമാണ്
ഇത്തരത്തിൽ ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഉള്ളത്. അവരെ ഉടൻ തന്നെ വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് പോകും. വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം ഇവിടേക്ക് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ ഈ 22 പേരെയും പരിശോധിച്ചു. മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു. ഒപ്പം അവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. ബാക്കി 3 പേരെ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വൈക്കം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനൊപ്പം തന്നെ ഇവരെ ഈ 19 പേരെ ബാക്കി 19 പേരെ പാണാവളിയിലേക്ക് കൊണ്ടുപോകും. അതിനൊരു ബോട്ട് വരണം. ബോട്ട് വന്ന് പാണാവളിയിലേക്ക് കൊണ്ടുപോയാൽ ചേർത്തല തഹസിൽദാർ നേതൃത്വത്തിലുള്ള കൃത്യമായ ക്രമീകരണം നൽകണമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. വൈക്കം MLA ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരണം നടത്തുന്നതുകൊണ്ട് അപ്പോൾ ചേർത്തലയിലേക്ക് ഇത് പാണാവളിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കൽ ചികിത്സ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ വേണമെങ്കിൽ അവിടെയും കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം ഉണ്ടാകും. പ്രജീഷ്.